Senin köyün. Senin köyün. Your village. Onun köyü. Onun köyü. His village or her village. Bizim köyümüz. Bizim köyümüz. Our village. Sizin köyünüz. Sizin köyünüz. Your village. Onların köyleri. Onların köyleri. Their village. ഇനി മറ്റു ഉദാഹരണങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഒരു പദത്തിന്റെ അവസാനത്തിൽ സ്ട്രോങ് കൺസണൻസ് ആയ പേ, ചേ, തേ, കെ എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് വരികയാണെങ്കിൽ ആ പദത്തിന് ശേഷം സഫിക്സ് ചേർക്കുമ്പോൾ ഈ 4 ലെറ്റേഴ്സിനും പകരം ബേ, ജെ, ദേ, യുംഷാക് ഗെ എന്നീ ലെറ്റേഴ്സായി മാറുന്നതായിരിക്കും. ടർക്കിഷിലെ കൺസണന്റ് മ്യൂട്ടേഷൻ എന്നാണ് ഇതിന് പറയുന്നത്. അതായത് ഒരു പദത്തിന്റെ അവസാനത്തെ ലെറ്റർ ചേ ആവുകയാണെങ്കിൽ ആ പദത്തിലേക്ക് സഫിക്സ് ചേർക്കുമ്പോൾ ചേ എന്നത് ജെ ആയി മാറുന്നതായിരിക്കും. ഫോർ എക്സാമ്പിൾ, ആച്ച്. ആച്ച്. ആച്ച് മീൻസ് ട്രീ. ആച്ച് എന്ന പദത്തിലെ അവസാനത്തെ ലെറ്റർ ചേ ആണ്. സോ കൺസണന്റ് മ്യൂട്ടേഷൻ സംഭവിച്ച് ചേ എന്നത് ജെ ആയി മാറുന്നതായിരിക്കും. ബെനിം ആജും. ബെനിം ആജും. മൈ ട്രീ. ഇതുപോലെ ഒരു പദത്തിന്റെ അവസാനത്തെ ലെറ്റർ കെ ആവുകയും അതിലേക്ക് ഒരു സഫിക്സ് ചേർത്ത് കൊടുക്കുകയും ചെയ്താൽ കെ എന്നത് യുംഷാക് ഗെ ആയി മാറുന്നതായിരിക്കും. ഫോർ എക്സാമ്പിൾ, സൊക്കാക്ക്. സൊക്കാക്ക് മീൻസ് സ്ട്രീറ്റ്. സൊക്കാക്ക് എന്ന പദത്തിലെ കെ അതിലേക്ക് സഫിക്സ് ചേർക്കുമ്പോൾ കെ എന്നത് യുംഷാക് ഗെ ആയി മാറുന്നതായിരിക്കും. ബെനിം സൊക്കാവ്. ബെനിം സൊക്കാവ്. മൈ സ്ട്രീറ്റ്. ഇനി ഒരു പദത്തിന്റെ അവസാനത്തെ ലെറ്റർ പേ ആവുകയാണെങ്കിൽ അതിലേക്ക് സഫിക്സ് ചേർത്ത് കൊടുത്താൽ പേ എന്നത് ബേ ആയി മാറുന്നതായിരിക്കും. ഫോർ എക്സാമ്പിൾ, കിതാബ്. കിതാബ് മീൻസ് ബുക്ക്. കിതാബ് എന്ന പദത്തിലെ ലാസ്റ്റ് ലെറ്റർ പേ ആണ്. ഇനി ഇതിലേക്ക് സഫിക്സ് ചേർത്ത് കൊടുക്കുമ്പോൾ പേ ബേ ആയി മാറുന്നതായിരിക്കും. ബെനിം കിതാബും. ബെനിം കിതാബും. മൈ ബുക്ക്. ഇനി അവസാനമായി ഒരു പദത്തിലെ അവസാനത്തെ ലെറ്റർ തേ ആവുകയാണെങ്കിൽ അതിലേക്ക് സഫിക്സ് ചേർത്ത് കൊടുത്താൽ തേ എന്ന ലെറ്റർ ദേ ആയി മാറുന്നതായിരിക്കും. ഫോർ എക്സാമ്പിൾ, ക്യാത്ത്. ക്യാത്ത് മീൻസ് പേപ്പർ. ക്യാത്ത് എന്നതിലെ തേ അതിലേക്ക് സഫിക്സ് ചേർത്ത് കൊടുക്കുമ്പോൾ ദേ ആയി മാറുന്നതാണ്. ബെനിം ക്യാതും. ബെനിം ക്യാതും. മൈ പേപ്പർ. സോ ഇതാണ് ടർക്കിഷിലെ പൊസസീവ് സഫിക്സുകളും അതിൻ്റെ റൂൾസും. തെശക്യുലർ.